ഹലോ മൈവേഴ്സ്, ഐ ആം യുവർ മാൻ ഉമർ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മാക്ക് അപ്ഡേറ്റ്സിലേക്ക് പോവാം ഗൈസ്. അതിനു മുമ്പ് മാക്ക് എന്നാണ് ഗൈസ് ഞാൻ ഇന്ന് പേരിട്ടേക്കണം, വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ഇന്നലെ മാഡ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ മൂവി, ആനിമേ, ഡ്രാമ, പക്ഷേ നമുക്ക് ഡ്രാമാസിൻ്റെ അപ്ഡേറ്റ്സ് അവിടെ കൊടുക്കണം. അപ്പോൾ മാക്ക് എന്നുള്ള വരണ്ട. അപ്പോൾ നിങ്ങൾ പറ, മാഡിൽ നിന്ന് തന്നെ ഇടണം അല്ലെങ്കിൽ മാക്കിൽ നിന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഫൈനലൈസ് ചെയ്യാമല്ലോ ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ദുരന്തർ 2-ൻ്റെയാണ് ഗൈസ്. അതായത് കേരള ബുക്കിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബുക്കിംഗ് ഉണ്ട് കേട്ടോ ഗൈസ്, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ നമ്മളിവിടെ എനിക്ക് തോന്നുന്നു കുറച്ച് ഷോസൊക്കെ ക്യാൻസൽ ആവേണ്ടി വന്നിരുന്നു ആളില്ലാണ്ട്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹൈപ്പിൻ്റെയും പിന്നെ ആ പടം ഓൾറെഡി അത്യാവശ്യം ഉണ്ടായല്ല, ആ ഒരു ഇതിൻ്റെ കാരണം ഇപ്പോൾ പെയ്ഡ് പ്രീമിയേഴ്സൊക്കെ ഓൾറെഡി അത്യാവശ്യം നല്ല ബുക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്ക് കാണുന്നവർ. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആട് 3-ൻ്റെയാണ്. ഫസ്റ്റ് സിംഗിളുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നാളെ 8 മണിക്ക് ഫസ്റ്റ് സിംഗിൾ വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനുഷിൻ്റെ കാര സിനിമയുടെയാണ് ഗൈസ്. അതായത് അതിൻ്റെയും ഫസ്റ്റ് സിംഗിൾ വന്നിട്ടുണ്ട്. നാളെ 5 മണിക്കാണ് അത് വന്നത്. ഇത് ഡയറക്റ്റഡ് ബൈ വിഘ്നേഷ് രാജായിട്ട് ഡയറക്ഷൻ ചെയ്തേക്കണം. ആ പുള്ളിയുടെ വേറൊരു പടം ഉണ്ട്, അത്യാവശ്യം നല്ല പടം എന്നാണ് എൻ്റെ ഓർമ്മ, ഞാൻ വിട്ടുപോയി. അപ്പോൾ 2 പ്രൊമോ നാളെ വന്നിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റ് സിംഗിളിൻ്റെ ഇത് വന്നിട്ടുണ്ട്. അതായത് ഒന്ന് ആട് 3-യുടെ അത് 8 മണിക്ക്, രണ്ടാമത്തെ കരയുടെ 5 മണിക്കായിട്ട് ഗൈസ്. പിന്നെ നമ്മുടെ അടുത്തത് അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ STRൻ്റെ സിനിമയിലാണ്. നമ്മുടെ STRൻ്റെ സിനിമയല്ല, നമ്മുടെ സൂര്യയുടെ സിനിമ ഉണ്ടല്ലോ, സൂര്യ 47, നമ്മുടെ ജിത്തു മാധവ് ഡയറക്റ്റ് ചെയ്യണത്. അപ്പോൾ അതിൽ STRനെ ഒരു ക്യാമിയോക്ക് വേണ്ടി ചെന്നിട്ടുണ്ട്, ക്യാമിയോക്ക് വേണ്ടി അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് റൂമേഴ്സ് ഉണ്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്ന്, ഫൈനലൈസ് ആയോന്ന് അറിയാൻ പാടില്ല. അപ്പോൾ മറ്റേ അടുത്ത, അതായത് നമ്മളിത് സൂര്യ 47 സക്സസ് ആവുകയാണെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളിനുള്ള ഒരു ഇതിലേക്കാണ് അപ്രോച്ച് ചെയ്തേക്കണമെന്നാണ് മനസ്സിലായത്. നമുക്ക് നോക്കാം എന്തായാലും. പിന്നെ അടുത്ത അപ്ഡേറ്റ് ആണ് ഗൈസ്, STRൻ്റെ സിനിമയുടെ തന്നെയാണ്, അരസൻ്റെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി അത് STRൻ്റെ സിനിമയെന്ന് ആദ്യം പറഞ്ഞത്, മാറിപ്പോയി. അങ്ങനെ ഇങ്ങോട്ടും രണ്ടും ഒരുമിച്ചാണ് അപ്ഡേഷൻ എഴുതി വെച്ചത്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ഷെഡ്യൂൾ മാർച്ച് പകുതിയോടെ തുടങ്ങും. പിന്നെ അതിൽ നമ്മുടെ വിജയ് സേതുപതി, പിന്നെ വിക്രാന്ത്, കമലേഷൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റ്കോമിൻ്റെയാണ് ഗൈസ്. അതായത് നമ്മുടെ മാൽക്കം ഇൻ ദ മിഡിൽ ലൈഫ് സ്റ്റൈൽ അൺഫെയർ ഉണ്ടല്ലോ ഗൈസ്, അതായത് നമ്മുടെ 2000-ൽ ഇറങ്ങിയ സിറ്റ്കോം, അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട്, അതായത് ഇപ്പോഴത്തെ ഒരു രീതിയിലുള്ള ഇതായിട്ട് വന്നിട്ടുണ്ടല്ലോ, സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് ഡിസ്നി പ്ലസ് ആണ് നമ്മുടെ അത് ചെയ്യുന്നത്. അപ്പോൾ ഈ അടുത്ത് തന്നെ അതിൻ്റെ ഒരു ഫസ്റ്റ് ട്രെയിലർ ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ കണ്ടിട്ടില്ല ഗൈസ് ഇങ്ങനെ, പക്ഷേ ഞാൻ ഇൻസ്റ്റയിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്കത് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട്, ഇൻട്രസ്റ്റിംഗ്. അതായത് അതിൻ്റെ കോമഡീസ് കാര്യങ്ങളും ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ എനിക്ക് വർക്കായിട്ടുണ്ട്, ഇതേവരെ കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1 പീസിൻ്റെയാണ് ഗൈസ്. അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാവർക്കും അറിയാം, കാരണം നമ്മളെല്ലാവരും കാത്തിരിക്കുന്നതല്ല. യെസ് ഗൈസ്, ഇനി 3 ആഴ്ചയും കൂടി ഉള്ളൂ നമ്മുടെ 1 പീസ് വരാൻ വേണ്ടി. നമ്മുടെ എൽബാഫാർക്ക് മോസ്റ്റ് അവൈറ്റഡ് ആണ് ഗൈസ്. ഇറ്റ്സ് ഓൺലി 3 വീക്സ് ടു ഗോ. നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ സ്പൈഡർമാൻ്റെയാണ് ഗൈസ്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അതായത് ഇപ്പോൾ ലൈവായിട്ടുണ്ട്. അത് ഓൾറെഡി ജൂലൈ 31 ഈ വർഷം തന്നെ റിലീസ് വന്നത്. അതിൻ്റെ ട്രെയിലർ ഈ അടുത്ത് തന്നെ ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ നമ്മുടെ ലാലേട്ടൻ പ്രിയദർശൻ്റെ പടം ഉണ്ടല്ലോ ഗൈസ്, അതായത് നമ്മുടെ ലാലേട്ടനെ വെച്ച് പ്രിയദർശൻ 100ാമത്തെ സിനിമ ചെയ്യുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് സാധാരണ നമ്മുടെ പ്രിയദർശനും ലാലേട്ടൻ്റെയും മെയിൻ കോംബോ എന്ന് പറയുന്നത് കോമഡിയാണ് ഗൈസ്. അപ്പോൾ മറ്റേ 100ാമത്തെ സിനിമ കോമഡി ജോണർ അല്ലാന്ന് ഇപ്പോൾ പ്രിയദർശൻ ഏതോ റീസെൻ്റ് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. മ്യൂസിക് ആയിരിക്കും അതിൻ്റെ മെയിൻ തീം എന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത് ഗൈസ്. അപ്പോൾ കോമഡി ജോണർ അല്ല, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യുക. ഈ വർഷം അവസാനം ഇതിൻ്റെ ഷൂട്ടും തുടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നത് അത് പറഞ്ഞിട്ടുണ്ടെന്നാണ്, അറിയാൻ പാടില്ല ഗൈസ്. കൺഫേം മീൻസ് ഞാനത് കറക്റ്റ് ഞാൻ ആ വീഡിയോ കണ്ടില്ലായിരുന്നു, പക്ഷേ കുറേ അപ്ഡേറ്റ്സ് കൊടുക്കുന്ന പേജസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, നമ്മുടെ ധനുഷിൻ്റെയാണ് ഗൈസ്. നമ്മുടെ ധനുഷിൻ്റെ വേൽപ്പാരി എന്ന് പറഞ്ഞ സിനിമ, നമ്മുടെ ശങ്കർ ഡയറക്റ്റ് ചെയ്യണ വേൽപ്പാരി എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ നോക്കണ്ടായില്ല. അപ്പോൾ അതിൽ നമ്മുടെ ധനുഷിനെയാണ് മെയിനായിട്ട് നായകനായിട്ട് നോക്കുന്നത്. ഏകദേശം ഫുൾ കൺഫേം ആയെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ അതിന് ശങ്കർ സാറ് 2 വർഷത്തേക്ക് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്, അതായത് 2 വർഷത്തോളം അടുപ്പിച്ച് അതിൻ്റെ ഡേറ്റ് ചോദിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം അത്രയും വലിയ ക്യാരക്ടറും അത്രയും വലിയ ഇതൊക്കെയുള്ള, അപ്പോൾ അതിൻ്റേതായ ഇതുള്ളതുകൊണ്ട് ചോദിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. എന്താണ് കൺഫർമേഷൻ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. അപ്ഡേഷൻ ഇതാണ് ഗൈസ്, അതായത് നമ്മുടെ വേൽപ്പാരിക്ക് ധനുഷിന് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്, 2 വർഷത്തോളം ഡേറ്റ് ചോദിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലായത് അപ്ഡേഷൻ്റെ കാര്യത്തിൽ. പിന്നെ നമ്മുടെ മാർച്ച് 19 ഗൈസ്, നമ്മുടെ ഒരു തമിഴ്ന്നൊരു സിനിമയുണ്ട് ഗൈസ്, യൂത്ത് എന്നാണ് പേര്. എനിക്കത് കണ്ടപ്പോൾ അതിൻ്റെ ട്രെയിലറാണെങ്കിലും ഞാൻ കുറച്ച് ഇപ്പോൾ ആ പുള്ളിയുടെ, അതായത് നമ്മുടെ ഒരു പയ്യനാണ് എനിക്ക് മനസ്സിലായത് അതിലത്തെ നായകൻ.
അപ്പോൾ അതിൻ്റെ ട്രെയിലർ കണ്ടായിരുന്നു. ഡയറക്ടറും പുള്ളി തന്നെയാണ്. അപ്പോൾ പുള്ളിയുടെ ആ റീസെൻറ്റ് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്ക് ഇഷ്ടമായിരുന്നു ഗൈസ് ഓവറോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടി ഒരു അപ്ഡേഷനിൽ ആഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. മാർച്ച് 19 തന്നെയാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് ഗൈസ്, കാണാത്തവരുണ്ടെങ്കിൽ ട്രെയിലറും കാര്യങ്ങളും. എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. ഒരു 23 വയസ്സുള്ളൂ. അതായത് ഇപ്പോൾ നോക്കുമ്പോൾ നമ്മളിലേക്ക് ചെറുപ്പമാണ്, ഒരു പയ്യനാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു ചെയ്ത് ഇങ്ങനെ വന്നൊരു സ്റ്റേജിൽ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ലല്ലോ, നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണമല്ലോ. ട്രെയിലറും കാര്യങ്ങളൊക്കെ എനിക്ക് കണ്ടിട്ട് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് അപ്ഡേഷനിലൂടെ അതൊന്ന് ആഡ് ചെയ്തേക്കാന്ന്. നല്ല ഇതാണ് സിനിമയെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ നിങ്ങൾ പറ്റണവരൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കും ട്രെയിലറും കാര്യങ്ങളൊക്കെ. യൂത്ത് എന്നാണ് സിനിമയുടെ പേര്. നമ്മുടെ ലാസ്റ്റ് അപ്ഡേറ്റ് ആണ് കഴിച്ചത്. അതായത് നമ്മുടെ ടൊവിനോയുടെ പള്ളിച്ചട്ടമ്പിയുടെയാണ്. അതിൻ്റെ ടീസറിൽ ട്രെയിലർ ഈ അടുത്ത് തന്നെ ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലായത്. റൂമേഴ്സ് ഉണ്ട്. പിന്നെ എന്താണ് അതിൻ്റെ ഏപ്രിൽ 9 അതിൻ്റെ ഏപ്രിൽ 9 റിലീസ് പറഞ്ഞേക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോയിൽ എന്താണ് മിസ്റ്റേക്ക് കാര്യങ്ങളെന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയട്ടെ. കാരണം നമ്മൾ ഇത് ആദ്യമായിട്ട് ചെയ്യണതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് ആണെങ്കിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും, അതായത് ഒരു അടുപ്പിച്ചിടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് മിസ്റ്റേക്സ് ആണ് മൊത്തം എന്ന് എനിക്കറിയാം. അപ്പോൾ അത് ഇമ്പ്രൂവ് ആക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയത് നിങ്ങൾ കമൻറ്റിൽ പറയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഇമ്പ്രൂവ് ആക്കാം ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക് യു, ബൈ.